അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അടുത്ത 59-ാമത്തെ കിതാബാണ് സൃഷ്ടിയുടെ തുടക്കം അല്ലെങ്കിൽ സൃഷ്ടിയുടെ ആരംഭം. ബദ്ഉൽ ഖൽഖ്. അല്ലാഹുവിൻ്റെ വചനത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഈ കാര്യത്തെ പറ്റി, അതായത് സൃഷ്ടി എങ്ങനെയാണ് ആരംഭിച്ചത് എന്ന്. അങ്ങനെ അവൻ ആകുന്നു സൃഷ്ടി ആരംഭിക്കുന്നവൻ, എന്നിട്ട് അവൻ അത് ആവർത്തിക്കുന്നു. അത് നശിച്ചു പോയി കഴിയുമ്പോൾ അതവന് വളരെ എളുപ്പമുള്ളതാകുന്നു. അള്ളാഹുവിനാണ് ഉദ്ദേശിക്കുന്നത്. 30-ാമത്തെ സൂറത്ത് 27-ാമത്തെ ആയത്ത്. മാ ജാഅ ഫീ ഖൗലില്ലാഹി തആല വഹുവല്ലദീ യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു വഹുവ അഹ്വനു. അർ-റൂം 27. റാബിബിന് ഹുസൈമും അൽ ഹസനും പറയുന്നു, അള്ളാഹുവിനെല്ലാം ഭയങ്കര എളുപ്പമാണ്. സൃഷ്ടിയായി, പുനഃസൃഷ്ടിയായി, ഉയർത്തെഴുന്നേൽപ്പായി, എന്താണെങ്കിലും അള്ളാഹുവിന് ഭയങ്കര എളുപ്പം അല്ലെങ്കിൽ നിസ്സാരമായ കാര്യം ആകുന്നു. ഖാല റബീഉ ഹുസൈമിൻ വൽ ഹസനു കുല്ലുൻ അലൈഹി ഹയ്യിനുൻ വഹയ്യിനുൻ വഹയ്യിനുൻ മിസ്ലു ലൈനിൻ വലൈനിൻ വമയ്യിത്തിൻ വമയ്യിത്തിൻ വദയ്യിഖിൻ വദയ്യിഖിൻ. അഫാതീന ഖാഫ് 15-ാമത്തെ ആയത്ത്. ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, കുറച്ച് ആളുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നു. ബനി തമീം ഗോത്രത്തിൽ നിന്നുള്ളവരായിരുന്നു. എന്നിട്ട് അവർ അദ്ദേഹത്തിനോട് ചോദിച്ചു. അവരോട് അദ്ദേഹം പറഞ്ഞു, അല്ലയോ ബനു തമീമേ, സന്തോഷവാർത്തയാൽ നിങ്ങൾ സന്തോഷിച്ചുകൊള്ളുക. അവർ പറഞ്ഞു, താങ്കൾ ഞങ്ങൾക്ക് സന്തോഷവാർത്ത തന്നിരിക്കുന്നു, ഞങ്ങൾക്ക് ഇനി എന്തെങ്കിലും തരൂ. അത് കേട്ടപ്പോൾ റസൂലിൻ്റെ മുഖം നിറം മാറി. അത് കഴിഞ്ഞപ്പോൾ യമനിൽ നിന്നുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലയോ യമനികളെ, നല്ല വർത്തമാനങ്ങൾ സ്വീകരിച്ചു കൊള്ളുക. ബനു തമീം അത് നിരസിച്ചിരിക്കുന്നു. അപ്പോൾ അത് അവർക്ക് കിട്ടിയില്ല എന്ന് തോന്നുന്നു. പിന്നെ വന്നവർക്ക് കൊടുത്തു. അപ്പോൾ യമനികൾ പറഞ്ഞു, ഞങ്ങളത് സ്വീകരിക്കുന്നു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടിയുടെ ആരംഭത്തെ പറ്റി പറയാൻ തുടങ്ങി, അതായത് അള്ളാഹുവിൻ്റെ സിംഹാസനം. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ വന്നു. അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു, അല്ലേ ഇമ്രാനെ, നിങ്ങളുടെ പെണ്ണൊട്ടകം ഓടിപ്പോയിരിക്കുന്നു. ഞാനപ്പോൾ എഴുന്നേറ്റ് അതിൻ്റെ പുറകെ പോയി. പക്ഷെ ഞാൻ ആഗ്രഹിച്ചിരുന്നു ആ സ്ഥലം വിടാതെ അവിടെ ഇരുന്നിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അവിടെ നിന്ന് പോവാതിരുന്നുവെങ്കിൽ എന്ന്. കാരണം ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പറയാൻ പോകുന്നതിൽ എന്താണോ അപ്പോൾ പറഞ്ഞത് അത് വിട്ടുപോയി, കേട്ടില്ല. ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കര നിരാശയിൽ ആയിപ്പോയി. അതായത് അവർ ലൗകിക കാര്യങ്ങളായിരുന്നു ചോദിച്ചത്. അത് ഞങ്ങൾക്ക് ഇനി എന്ത് കിട്ടും, അന്ന് എന്തെങ്കിലും കാശോ സ്വർണ്ണമോ വല്ലതും കിട്ടുമോ എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സങ്കടമോ ദേഷ്യമോ എന്താണെങ്കിലും വന്നത്. മുഖത്തെ നിറം മാറി. അവർക്ക് പരലോകത്തെ പറ്റിയിട്ടുള്ള അറിവിന് താല്പര്യമില്ലായിരുന്നു, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഭൂമിയിലെ കാര്യങ്ങളായിരുന്നു അവർക്ക് താല്പര്യം. അതല്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ കയ്യിലൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇതും ആവാം, തെറ്റാവണം എന്ന് മാത്രമില്ല. ഇമ്രാൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ ഖാല ജാഅ നഫറും മിൻ ബനി തമീമിൻ ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല യാ ബനി തമീമിൻ അബ്ശിറു ഫഖാല ബശർതനാ فأعطنا فتغير وجهه فجاءه أهل اليمن فقال يا أهل اليمن اقبلوا البشرى إذ لم يقبلها بنو تميم قالوا قبلنا. فأخذ النبي صلى الله عليه وسلم يحدث بدء الخلق والعرش فجاء رجل فقال يا عمران راحلتك تفلتت ليتني لم أقم. ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് എൻ്റെ പെണ്ണൊട്ടകത്തിനെ ഇറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ കയറി ചെല്ലുന്ന ആ സ്ഥലം, പടിവാതിൽ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ആവാം, അവിടെ കെട്ടിയിട്ടു. അപ്പോൾ ബനി തമീമിൽ നിന്നുള്ള കുറച്ച് ആളുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നു. അവരോട് അദ്ദേഹം പറഞ്ഞു, അല്ലയോ ബനു തമീമെ, സന്തോഷവാർത്ത സ്വീകരിച്ചു കൊള്ളുക. അവർ 2 പ്രാവശ്യം പറഞ്ഞു, താങ്കൾ ഞങ്ങൾക്ക് സന്തോഷവാർത്ത തന്നിരിക്കുന്നു, ഇനി ഞങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ തരൂ എന്നുള്ള മട്ടിൽ എന്തെങ്കിലും തരൂ എന്ന് പറഞ്ഞു. അപ്പോൾ കുറേ യമനികൾ അങ്ങോട്ട് വന്നു. അവരോട് അദ്ദേഹം പറഞ്ഞു, സന്തോഷവാർത്ത സ്വീകരിച്ചു കൊള്ളുക അല്ലയോ യമനികളെ, കാരണം ബനു തമീം അതിനെ നിരസിച്ചിരിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളത് സ്വീകരിക്കുന്നു അള്ളാഹുവിൻ്റെ റസൂലേ. ഞങ്ങൾ ഇവിടെ വന്നത് താങ്കളോട് ഈ സംഭവത്തെപ്പറ്റി അല്ലെങ്കിൽ ഈ കാര്യത്തെപ്പറ്റി ചോദിച്ച് അറിയാനാണ്, അതായത് സൃഷ്ടി എങ്ങനെയാണ് ആരംഭിച്ചത് എന്ന്. അദ്ദേഹം പറഞ്ഞു, ആദ്യത്തിൽ അല്ലെങ്കിൽ തുടക്കത്തിൽ
ഒന്നും ഉണ്ടായിരുന്നില്ല അള്ളാഹു ഒഴികെ. അപ്പോൾ അള്ളാഹ് മാത്രമേ ഉള്ളൂ, വേറൊരു സാധനമില്ല, ഒരു പൊട്ടോ പൊടിയോ പേനയോ പെൻസിലോ ഒന്നുമില്ല. എന്നിട്ട് അവൻ അവൻ്റെ സിംഹാസനം ഉണ്ടാക്കി. അവൻ്റെ സിംഹാസനം വെള്ളത്തിന് മുകളിൽ ആയിരുന്നു എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ പൊങ്ങി കിടക്കുകയാണെന്നോ അല്ലെങ്കിൽ വെള്ളം അതിനെ ചുവന്നുകൊണ്ട് നിൽക്കുകയാണ് എന്നൊന്നും അർത്ഥമില്ല. താഴെ വെള്ളമാണ്, മുകളിൽ സിംഹാസനമാണ്. കുറേ ദൂരത്തിലാവാം, അടുത്താവാം. അവൻ ഒരു പുസ്തകത്തിൽ എഴുതി എല്ലാ കാര്യങ്ങളും, അതായത് അപ്പത്തൊട്ട് ലോകാവസാനം വരെ എന്തൊക്കെ നടക്കും എന്നുള്ളത് അവിടെ എഴുതി വെച്ചു. എന്നിട്ട് ആകാശഭൂമികളെ അപ്പോൾ ഒരു മനുഷ്യൻ ഒച്ചയുണ്ടാക്കി, അല്ലയോ ഇബ്നു ഹുസൈനെ, നിൻ്റെ പെണ്ണൊട്ടകം ഓടിപ്പോയി. അപ്പോൾ ഞാൻ അതിനെ നോക്കാൻ വേണ്ടി പുറത്തേക്ക് പോയി. മരീചിക കാരണം, അതായത് മരുഭൂമിയിലും റോഡിലൊക്കെ കാണുന്നൊരിതാണ് ഒരു പ്രതിഫലനം. അതിന് മരീചിക എന്നാണ് പറയുക, അല്ലെങ്കിൽ മിറേജ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അതായത് മരുഭൂമിയിൽ ഇങ്ങനെ വെയിലത്ത്, ചുട്ടുകൊള്ളുന്ന വെയിലത്ത് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറേ ദൂരെ വെള്ളമുള്ളതായിട്ട് തോന്നും. അതായത് പ്രകാശം അവിടെ വരുമ്പോൾ ചൂടുകൊണ്ട് ആ പ്രകാശം അവിടെ നിന്ന് തട്ടിത്തെറിച്ച് പോകുന്നതാണെന്നോ വളഞ്ഞു പോകുന്നതാണെന്നൊക്കെ ശാസ്ത്രം പറയുന്നു. അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അത് നമുക്ക് വെള്ളം കെട്ടിക്കിടന്ന് ഓളം വെട്ടുന്നത് പോലെ തോന്നും. ഇതേ കാര്യം നട്ടുച്ചയ്ക്ക് ഹൈവേയിൽ കൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ റോഡിലേക്ക് നോക്കിയാൽ ചൂടത്ത് കുറച്ച് ദൂരെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ വെള്ളം കിടക്കുന്നതായിട്ട് തോന്നും. അതിനെയാണ് മരീചിക എന്ന് പറയുന്നത്. അള്ളാഹുവാണ് ഞാൻ ആഗ്രഹിച്ചു ആ പെണ്ണൊട്ടകത്തിനെ ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ എന്ന് ആ കൂട്ടത്തിൽ ഇരിക്കുന്നതായിരുന്നു നല്ലത്. അതിന് പകരമായി അതിനെ ഉപേക്ഷിക്കാമായിരുന്നു എന്ന്. അതായത് നോക്കിയിട്ട് ഒട്ടകം കിട്ടിയില്ല എന്നാണ് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നത്. മരീചിക പോലെയായിരുന്നു, ചെല്ലുന്തോറും ഓടി പോകുന്ന പോലെ. അപ്പോൾ ഒട്ടകത്തിനും കിട്ടിയില്ല, ഈ സംഭവം നടന്നില്ല. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു അവിടെ ഇരുന്നാൽ മതിയായിരുന്നു, അതെങ്കിലും കിട്ടിയേനെ എന്നുള്ള രീതിയിൽ. أنه حدثنا عن عمران بن حصين رضي الله عنهما قال دخلت على النبي صلى الله عليه وسلم وقلت ناقتي بالباب فأتاه ناس من بني تميم فقال اقبلوا البشرى يا بني تميم قالوا قد بشرتنا فأعطنا مرتين ثم دخل عليه ناس من اليمن فقال اقبلوا البشرى يا أهل اليمن أن يقبلها بنو تميم قالوا قد قبلنا يا رسول الله قالوا جئنا نسألك عن هذا الأمر قال كان الله ولم يكن شيء غيره وكان عرشه على الماء وكتب في الذكر كل شيء وخلق السماوات والأرض فنادى مناد ذهبت ناقتك يا ابن الحسين فانطلقت فإذا هي يقطع دونها السراب فوالله لوددت إني كنت تركتها. ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ഇടയിൽ എഴുന്നേറ്റ് നിന്നു, കുറേ നേരം നിന്നു. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു സൃഷ്ടിയുടെ ആരംഭത്തിനെ പറ്റി, അതായത് എങ്ങനെയാണ് ഈ ലോകവും കാര്യങ്ങളൊക്കെ ഉണ്ടായത് എന്ന് അതിനെ വളരെ വിശദമായി അതിനെപ്പറ്റി പറഞ്ഞു. അങ്ങനെ പറഞ്ഞു പോയി അവസാനം ലോകാവസാനത്തിൽ സ്വർഗവാസികൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് എങ്ങനെയാണ് എന്ന് വരെ പറഞ്ഞ് നിർത്തി. അത് കഴിഞ്ഞ് നരകത്തിലേക്കുള്ള ആളുകൾ പ്രവേശിക്കുന്നതിനെ പറ്റിയും പറഞ്ഞു. കുറച്ച് ആളുകൾ ഓർത്തു വച്ചിരുന്നു അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന്, അതുപോലെ കുറച്ചു പേര് അത് മറന്നു പോവുകയും ചെയ്തു. سمعت عمر رضي الله عنه يقول قام فينا النبي صلى الله عليه وسلم مقاما فأخبرنا عن بدء الخلق حتى دخل أهل الجنة منازلهم وأهل النار منازلهم حفظ ذلك من حفظه ونسيه من نسيه. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, അള്ളാഹു ആകുന്നു ഏറ്റവും ഉന്നതൻ. ആദമിൻ്റെ മകൻ എന്നെ നാണം കെടുത്തുന്നു, അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നു, അല്ലെങ്കിൽ ചീത്ത വിളിക്കുന്നു. അവൻ അങ്ങനെ ചെയ്യരുത്, അല്ലെങ്കിൽ എന്നെ ഉപദ്രവിക്കരുത്. അവൻ എനിക്കെതിരെ നുണ പറയുന്നു, അതല്ലെങ്കിൽ എന്നിൽ അവൻ അവിശ്വസിക്കുന്നു. പക്ഷെ അവൻ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. എന്നെ അവൻ കുറച്ച് കാണുന്നത്, അല്ലെങ്കിൽ ഒന്നുമല്ലാതെ ആക്കി കളയുന്നത്, അല്ലെങ്കിൽ അതേ രീതിയിൽ സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്യുന്നത് എനിക്ക് ഒരു മകനുണ്ട് എന്ന് പറയുന്നത് പോലെയാവുന്നു, അതായത് സന്താനം ഉണ്ട്. അവൻ നുണ പറയുകയാവുന്നു, അല്ലെങ്കിൽ അവിശ്വാസം കാണിക്കുകയാകുന്നു എനിക്കെതിരെ അവൻ്റെ ഈ വചനത്തിലൂടെ. അവൻ പറയുകയാണ് എന്നെ മുമ്പുണ്ടാക്കിയ പോലെ തിരിച്ചുണ്ടാക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു, മരിച്ചുപോയി ഉയർത്തെഴുന്നേറ്റ് വരുന്നതിനെ എതിർക്കുന്നതാണ് ഈ പറയുന്നത്. ഇത് വീണ്ടും 4482 ഹദീസിൽ ഉണ്ട്. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم قال الله تعالى
യസ്തിമുനി ഇബ്നു ആദം വമാ യൻബഗി ലഹു അൻ യസ്തിമനി വയുകദ്ദിബുനി വമാ യൻബഗി ലഹു അമ്മാ ശത്മുഹു ഫഖൗലുഹു ഇന്ന ലി വലദൻ വഅമ്മാ തക്ദിബുഹു ഫഖൗലുഹു ലൈസ യുഈദുനി കമാ ബദഅനി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, അള്ളാഹു സൃഷ്ടി പൂർത്തീകരിച്ചപ്പോൾ അവൻ അവൻ്റെ കിതാബിൽ അല്ലെങ്കിൽ പുസ്തകത്തിൽ എഴുതി വെച്ചു. ഒരു ഡയറി അല്ലെങ്കിൽ നോട്ട്ബുക്ക് പോലത്തെ എന്തെങ്കിലും നമുക്ക് ഊഹിക്കാം. പക്ഷേ ലോകത്തിൽ മുഴുവൻ കാര്യങ്ങൾ എഴുതാനുള്ളതാണ്. അതുകൊണ്ട് അതിൻ്റെ വലിപ്പം എത്രയായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാനൊന്നും പറ്റില്ല. എന്തോ വലിയൊരു പുസ്തകത്തിൽ എല്ലാം എഴുതി വെച്ചു. അത് അവനോടൊപ്പം അവൻ്റെ സിംഹാസനത്തിൽ ആയിരുന്നു. അള്ളാഹുവിൻ്റെ സിംഹാസനം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു വലിയ സോഫയെന്ന് വിചാരിക്കുക. അത് നമുക്ക് നമ്മളെക്കാളും വലിപ്പമുള്ളൊരു സാധനം, അല്ലെങ്കിൽ ഇരിക്കാൻ നമ്മളെക്കാളും കൂടുതൽ ആവശ്യമുള്ളൊരു നല്ല സോഫ, അതിൻ്റെ സൈഡിൽ ഒരു പുസ്തകം വെച്ചിരിക്കുന്നു. ഇരിക്കുന്നിടത്തിലോ സൈഡിലോ എവിടെയെങ്കിലും. അതിലിങ്ങനെയാണ് എഴുതിയിരുന്നത്, എൻ്റെ കരുണ അല്ലെങ്കിൽ ദയ എൻ്റെ ദേഷ്യത്തേക്കാൾ കൂടുതലാകുന്നു. അപ്പോൾ നമ്മളെ ശിക്ഷിക്കുന്നതിലും കൂടുതൽ അള്ളാഹു നമ്മളെ സഹായിക്കുകയും സ്വർഗം തരുകയൊക്കെയാണ് ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم لما قضى الله الخلق كتب في كتابه فهو عنده فوق العرش إن رحمتي غلبت غضبي. നമുക്കൊക്കെ സന്തോഷ വാർത്തയാണ്. 7 ഭൂമികളെ പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത്? മാജാഅ ഫീ സബ്ഇ അർദീൻ. അല്ലാഹു തആലയുടെ വചനം, അല്ലാഹു ആകുന്നു 7 ആകാശങ്ങളെ സൃഷ്ടിച്ചവൻ, അതുപോലെ തന്നെ ഭൂമിയെയും. അതായത് 7 ഭൂമി ഉണ്ടെന്നാണ് അതിൽ നിന്നും നമുക്ക് മനസ്സിലാവേണ്ടത്. അവൻ്റെ ഉത്തരവ് അവകളിലൂടെ ഇറങ്ങുന്നു, അല്ലെങ്കിൽ അവയിലേക്ക് ഇറങ്ങുന്നു, അതായത് ആകാശങ്ങളിലേക്കും ഭൂമിയിലേക്കും. അത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കത് കണ്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിന് എല്ലാത്തിനും മേലെ അല്ലെങ്കിൽ എല്ലാത്തിനും അതീതമായി കഴിവുകൾ ഉണ്ട് എന്ന്, അള്ളാഹു എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നു എന്ന്, അല്ലെങ്കിൽ എല്ലാത്തിനെയും നോക്കിക്കൊണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്, എല്ലാം അവൻ്റെ അറിവിൽ ആകുന്നു. അള്ളാഹുവിൻ്റെ അറിവില്ലാതെ ഒരു കാര്യവും ഒന്നും നടക്കുന്നില്ല. 65-ാമത്തെ സൂറത്ത് 12-ാമത്തെ ആയത്ത്. وقول الله تعالى الله الذي خلق 7 سماوات ومن الأرض مثلهن يتنزل الأمر بينهن لتعلموا أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما. الطلاق 12. والسقف المرفوع طور 5. والسماء. മുഹമ്മദ് ബിൻ ഇബ്രാഹിം ഇബ്ന് അൽ ഹാരിസ് വിശദീകരിക്കുന്നു, അബൂ സലമ ബിൻ അബ്ദുറഹ്മാനിൽ നിന്ന് കിട്ടിയതായിട്ടാണ് പറയുന്നത്. അദ്ദേഹത്തിന് ഒരു തർക്കം ഉണ്ടായിരുന്നു കുറച്ച് ആളുകളുമായി ഒരു കഷ്ണം ഭൂമിയുടെ മേളിൽ, അതായത് സ്ഥലം ആരുടെയാണെന്നോ അല്ലെങ്കിൽ എന്തോരം ഉണ്ടെന്നോ എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെ അവർ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് അവരോട് അതിനെപ്പറ്റി പറഞ്ഞു. അവർ മറുപടി പറഞ്ഞു, അല്ലേ അബൂ സലമ, ഭൂമി വിട്ട് കളഞ്ഞേക്കുക. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതെങ്കിലും ഒരാൾ ഒരു ചാണാണെങ്കിൽ, അല്ലെങ്കിൽ നിസ്സാരമായ ഭൂമിയാണെങ്കിലും അനീതിയിലൂടെ അല്ലെങ്കിൽ അക്രമത്തിലൂടെ പിടിച്ചെടുത്താൽ അവൻ്റെ കഴുത്ത് 7 ഭൂമികളാൽ ചുറ്റപ്പെടും ഖിയാമത്ത് നാളിൽ. അപ്പോൾ കഴുത്തിൽ 7 ഭൂമി ചുറ്റി വെച്ചിട്ടുണ്ടാവുമെന്ന്. അതായത് ഭയങ്കര വെയിറ്റ്, താങ്ങാൻ പറ്റാത്തത്, അത് വലിപ്പമുള്ളത്, അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, പരീക്ഷണങ്ങൾ ഉണ്ടാവും. ആരുടെയും മുതൽ നിസ്സാരമായ 1 ഇഞ്ചാണെങ്കിൽ പോലും അടിച്ചു മാറ്റാൻ നിൽക്കരുത്. മണ്ണ്, ഭൂമിയെ പറ്റിയാണ് പറയുന്നത്. عن محمد ابن إبراهيم ابن الحارث عن أبي سلمة ابن عبد الرحمن وكانت بينه وبين ناس حسومة في الأرض فدخل على عائشة فذكر لها ذلك فقالت يا أبا سلمة اجتنبي الأرض فإن رسول الله صلى الله عليه وسلم قال من ظلم قيد شبر يقط من 7 أرضين. സലീമിൻ്റെ പിതാവ് വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ആരെങ്കിലും ഒരു തുണ്ട് ഭൂമി അന്യായമായി എടുത്താൽ അവൻ 7 ഭൂമികളുടെ താഴേക്ക് താഴ്ത്തപ്പെടും, അല്ലെങ്കിൽ മുങ്ങിപ്പോവും, അല്ലെങ്കിൽ ഇടിച്ചു താത്തും ഖിയാമത്ത് നാളിൽ. അത്ര ബുദ്ധിമുട്ടായിരിക്കും. അതല്ലെങ്കിൽ 7 ഭൂമി അവൻ്റെ തലയിൽ വയ്ക്കും. എങ്ങനെയായാലും അത്ര നല്ല ഏർപ്പാടല്ല. عن سالم عن أبيه قال قال النبي صلى الله عليه وسلم من أخذ شيئا من الأرض بغير حقه خسف به يوم القيامة إلى 7 أرضين. അബൂബക്കർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്,
സമയം അതിൻ്റെ മുൻകാല അവസ്ഥയിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. അള്ളാഹു എങ്ങനെയാണോ അതിനെ സൃഷ്ടിച്ചത്, അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ചപ്പോൾ അത് എവിടെയായിരുന്നോ അവിടേക്ക്. അപ്പോൾ എന്തെങ്കിലും സമയം ഇങ്ങനെ കറങ്ങി കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ആകാശഭൂമികൾ സൃഷ്ടിച്ചപ്പോൾ ഉള്ള സമയവും റസൂലിൻ്റെ കാലത്തുള്ള സമയവും കറങ്ങി തിരിഞ്ഞു വന്നപ്പോൾ ഒന്നായിട്ടുണ്ടാവും. അള്ളാഹു ആലം. കൊല്ലത്തിൽ 12 മാസങ്ങളുണ്ട്. അതിൽ 4 മാസങ്ങൾ പരിശുദ്ധമായതാകുന്നു, 3 മാസങ്ങൾ തുടർച്ചയായതാകുന്നു. അതായത് ദുൽഖഅദ, ദുൽഹിജ്ജ, അൽ മുഹറം. ഇത് 3 തുടർച്ചയായതും 4-മത്തത് എന്ന് പറയുന്നത് റജബ്, മുദർ. അതായത് മുളർ ഗോത്രത്തിൻ്റെ ശേഷം അവരാൽ പേര് കൊടുക്കപ്പെട്ട മാസമാണ് റജബ്. കാരണം അവർ ആ ഗോത്രക്കാർ ആ മാസത്തിൽ വലിയ ആദരണീയമായി കണ്ടിരുന്നു. ഇത് ജമാഅത്തു സാനിയയുടെയും ഷഅബാൻ്റെയും ഇടയിൽ ആകുന്നു. ഈ 4 മാസം പരിശുദ്ധ മാസങ്ങളൊക്കെ നമ്മൾ തുടക്കത്തിൽ കണ്ടിട്ടുള്ളതാണ്. അതിൻ്റെ വേറൊരു രീതിയിലുള്ള അവതരണം. നബി ബക്രത്ത റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്ന الزمان قد استدار كهيئته يوم خلق السماوات والأرض السنة 12 شهرا من 4 حرم 3 متواليات ذو القعدة وذي الحجة والمحرم ورجب مضر الذي بين جمادى وشعبان. ഇതിലൊക്കെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഗൈബായ അല്ലെങ്കിൽ രഹസ്യമായ മറഞ്ഞ കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആവണം എന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഉസ്താദന്മാരോ ഇമാമിങ്ങളോ വിവരിക്കുന്നത് പോലെ ആവണം എന്നും ഇല്ല. കാണാൻ പറ്റാത്ത കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ ആകാശഭൂമികളെ സൃഷ്ടിച്ചു, 7 ഭൂമിയുണ്ട്, 7 ആകാശമുണ്ട്, 7 ഭൂമിയിലെ താഴേക്ക് ആളെ അടിച്ചു താത്തിവിടും, അല്ലെങ്കിൽ 7 ഭൂമിയെ കഴുത്തിന് ചുറ്റും കെട്ടിയിടും എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എല്ലാം അതുപോലെ അങ്ങനെ ഊഹിക്കാൻ പറ്റണമെന്നില്ല. പക്ഷെ നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ ഉള്ളതുപോലെ നമുക്ക് വേണമെങ്കിൽ ഊഹിക്കാവുന്നതാണ്. ഒരു ശിക്ഷാ നടപടി എന്ന രീതിയിൽ കഴുത്തിൽ ഒരു ഇരുമ്പിൻ്റെ പട്ട ഇടുന്നതോ ഒക്കെ വേണമെങ്കിൽ ഊഹിച്ച് നോക്കാവുന്നതാണ്. അതിന് തത്തുല്യമായ അല്ലെങ്കിൽ അതിനെ പോലെ ഉള്ള ഒരു ശിക്ഷയായിരിക്കുമെന്നോ അതല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നതെന്നോ ഊഹിക്കാനേ പറ്റുള്ളൂ. ഇതിൽ അപ്പുറം വേറൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം പല ഹദീസുകളും മുതശാബിഹാത്ത് ആണ്, അതായത് സംശയങ്ങൾ ഉണ്ടാക്കുന്ന ഹദീസുകളാണെന്നും ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് മുതശാബിഹാത്തിനെ പറ്റി സംസാരിച്ചാൽ ഉമർ റളിയല്ലാഹു അടിക്കുമായിരുന്നു ആളുകളെ, അത് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നവരെയൊക്കെ. അതായത് 6 ദിവസം കൊണ്ട് അല്ലാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ചു, എന്നിട്ട് സിംഹാസനസ്ഥനായി. അപ്പോൾ സിംഹാസനത്തിൻ്റെ മുകളിലേക്ക് എങ്ങനെയാണ് കയറിയിരുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആളുകൾ വന്നിരുന്നു. ഉമർ റളിയല്ലാഹു നല്ല പടവടക്കാറുണ്ടായിരുന്നു. അതായത് സംശയാസ്പദമായ കാര്യങ്ങൾ ചർച്ച ചെയ്യരുത് എന്നാണ് മത നിയമം. നമ്മൾ അല്ലെങ്കിൽ മതത്തിൽ നിന്ന് പുറത്തു പോകും, വഴി തെറ്റിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ സംശയപരമായ കാര്യങ്ങളെ പറ്റിയൊക്കെ കൂടുതൽ പഠിക്കാനോ അല്ലെങ്കിൽ അതിനെപ്പറ്റി തലകുത്തി നിൽക്കാനോ ചിന്തിക്കാനോ ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വഴിതെറ്റി പോകും. അല്ലാതെ നമ്മളെ കാക്കട്ടെ. ഇത് നമ്മൾ പഠിക്കുന്നത് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ നരകത്തിൽ പോകാൻ വേണ്ടിയിട്ടല്ല. അള്ളാഹു അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.